ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എഗ് മാക്രോണിയാണ് കേട്ടോ. ഞാനിത് എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം. നല്ല സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നല്ലോണം ഒന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മാക്രോണിക്ക് നല്ല ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേരത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. മാക്രോണി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുക്കായി വരാൻ 5 മിനിറ്റ്സ് മതിയാവും കേട്ടോ. അപ്പോൾ ഗ്യാസ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കുക. ഇടയിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു അരിപ്പയിലേക്കോ കണ്ണം പാത്രത്തിലേക്കോ ഇട്ടിട്ട് ഒന്ന് ഊറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഊറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് നല്ല തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ ഉള്ളി, 1 തക്കാളി, 1 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഉള്ളി എല്ലാത്തിനെയും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങ് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിനെയും ക്യാരറ്റിനെയും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളകും തക്കാളിയും എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിനെയും അരിഞ്ഞെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല. ഇതെല്ലാം നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലോണം ഇവിടെ കുക്കായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം പച്ചമണം മാറുന്നത് വരേക്കും വാട്ടി കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം നല്ലോണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ട് നടുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ആ മുട്ട മാത്രം നല്ലോണം ഒന്ന് ഉണങ്ങി വരുന്നത് വരെ മിക്സാക്കി കൊടുക്കണം. മുട്ട നല്ലോണം ഒന്ന് ഉണങ്ങി വന്നാൽ ഇനിയിപ്പോൾ എല്ലാത്തിനെയും കൂടി ഒന്നിച്ചിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് മാക്രോണി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മാക്രോണിയുടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.